സോ ഹലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിരുന്നത് നമ്മൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കണ്ടിന്യൂഷൻ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. സോ ഇൻ പെർട്ടിക്കുലർ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എനർജി ഐഗൺ ഫങ്ഷൻസ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഓരോ ലെവല്, ഗ്രൗണ്ട് ലെവൽ, ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ, അങ്ങനെ ഇൻ ജനറൽ nth ലെവൽ വരെയുള്ള എനർജി ഐഗൺ ഫങ്ഷൻസ് എന്ത് ചെയ്തു ഇൻ ടേംസ് ഓഫ് ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി, സ്റ്റേറ്റ് ഓഫ് ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി എന്ത് ചെയ്തു നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചു. സോ അതോട് കൂടിയിട്ട് എനർജി ഐഗൺ സ്റ്റേറ്റ് കഴിഞ്ഞു. ഇനി ഈ ഹാർമോണിക് ഓസിലേറ്റർ സെക്ഷനിലെ ലാസ്റ്റ് ടോപ്പിക്കാണ്. അതിൽ നമ്മളത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്നുമില്ല, നമ്മൾ എക്സ് സ്ക്വയറിൻ്റെയും അതുപോലെ തന്നെ പി സ്ക്വയറും നമുക്കറിയാം. എക്സ് സ്ക്വയർ ആൻഡ് പി സ്ക്വയർ, എക്സ് സ്ക്വയറിൻ്റെയും പി സ്ക്വയറിൻ്റെയും എന്ത് ചെയ്യണം, എക്സ്പെക്ടേഷൻ വാല്യൂസ്. ഓക്കെ, എക്സ്പെക്ടേഷൻ വാല്യൂസ് കണ്ടുപിടിക്കണം ഫോർ ദി ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഓക്കെ, ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള എക്സ് സ്ക്വയറിൻ്റെയും അതുപോലെ തന്നെ പി സ്ക്വയറിൻ്റെയും എന്ത് കണ്ടുപിടിക്കുകയാണ് നമ്മൾ, ജസ്റ്റ് അതിൻ്റെ എക്സ്പെക്ടേഷൻ വാല്യൂ കൂടി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്തു ഈ ഹാർമോണിക് ഓസിലേറ്റർ സെക്ഷൻ എന്ത് ചെയ്തു കംപ്ലീറ്റ് ആയി. ഓക്കെ, സോ അത് സിമ്പിളാണ്. നമുക്കറിയാം എക്സ് ഈസ് ഈക്വൽ ടു, നമ്മൾ മുന്നേ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എക്സിനും എനും എ ഡയഗറിനും കൂടി കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ, ഇക്വേഷൻ എക്സ് ഈസ് ഈക്വൽ ടു എച്ച് കട്ട് റൂട്ട് ഓഫ് എച്ച് കട്ട് ഡിവൈഡ് ബൈ 2m ഒമേഗ ഇൻറ്റു എ പ്ലസ് എ ഡയഗർ എന്ന് പറയുന്ന ഇക്വേഷൻ. സോ ആ ഇക്വേഷൻ നമുക്ക് എടുക്കാം. സോ എക്സ് ഈസ് ഈക്വൽ ടു root of h cut divided by 2m omega into a plus a dagger. അതുപോലെ തന്നെ p is equal to i into എന്തായിരുന്നു, p is equal to root of h cut m omega divided by 2 into അല്ല equation അല്ലേ, p is equal to i into root of h cut omega divided by 2 into minus a plus a dagger, okay. So i into root of h cut m omega divided by 2 minus a plus a dagger. ഇതാണ് നമ്മളെ എക്സിൻ്റെയും പിൻ്റെയും ഇക്വേഷൻ. ഇനി എന്ത് ചെയ്യുക, നമുക്ക് ഇതിന് എക്സ് സ്ക്വയറും പി സ്ക്വയറും കണ്ടുപിടിക്കാം. ഓക്കെ, സോ എക്സ് സ്ക്വയർ ഇതൊക്കെ ഓപ്പറേറ്റർ ആണ്, എക്സും പി ഒക്കെ, അത് ഓർമ്മ വേണം. എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് വരും, സോ ഇത് രണ്ട് തവണ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റൂട്ട് പോവും, h cut divided by 2m omega into a plus a dagger into a plus a dagger. ഓക്കെ, നമുക്ക് നേരെ a plus b ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ എന്ത് ചെയ്യാം, ഓരോ ടേംസ് എക്സ്പാൻഡ് ചെയ്യുക. സോ h cut divided by 2m omega ഓരോ ടേം കൊടുക്കുക. സോ എന്ത് വരും, a into a സ്ക്വയർ പ്ലസ് a into a dagger a dagger പ്ലസ് അടുത്തത് എ ഡാഗർ എ പ്ലസ് എ ഡാഗർ സ്ക്വയർ. ഓക്കെ, അതേപോലെ തന്നെ പി സ്ക്വയർ എന്ത് വരും, പി സ്ക്വയർ ഈസ് ഈക്വൽ ടു രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐ ഇൻറ്റു ഐ -1 വരും. സോ മൈനസ് എച്ച് കട്ട് എം ഒമേഗ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു മൈനസ് എ പ്ലസ് എ ഡാഗർ ഇൻറ്റു മൈനസ് എ പ്ലസ് എ ഡാഗർ വിച്ച് ഈസ് ഈക്വൽ ടു minus h cut m omega divided by 2 into minus a into minus a തരും a square minus a into a dagger minus a dagger minus a dagger into minus a തരും minus a dagger a പിന്നെ പ്ലസ് a dagger square. ഓക്കെ, അതെന്ത് ചെയ്തു, രണ്ടിനും നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. നൗ നമ്മൾ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എക്സ് സ്ക്വയർ ആൻഡ് പി സ്ക്വയറിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ളത് കണ്ടുപിടിക്കുന്നത്. സോ ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ളത് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് സീറോയിലാണ് കൊടുക്കേണ്ടത്, കെറ്റ് 0 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ളത് കാണുമ്പോൾ എന്ത് ചെയ്യുക, എക്സ് സ്ക്വയറിന്റെ എക്സ്പെക്ടേഷൻ വാല്യൂ കാണുമ്പോൾ ബ്രാ 0 എക്സ് സ്ക്വയർ കെറ്റ് 0. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ കൊടുക്കുക. സോ എങ്ങനെ വരും, h cut by 2 omega കോൺസ്റ്റന്റ് ആണ്, which will be equal to h cut divided by 2m omega into അതേ a സ്ക്വയർ കൊടുക്കുമ്പോൾ ബ്രാ 0 a സ്ക്വയർ 0 പ്ലസ് ബ്രാ 0 a ഡാഗർ 0 പ്ലസ് ആക്ച്വലി എ സ്ക്വയർ എന്നുള്ളത് നമുക്ക് എ എന്ന് കൊടുക്കാം, അത് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ കൊടുക്കാം, അതായിരിക്കും ഒന്നും കൂടിയും സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് ബെറ്റർ. ബ്രാ 0
a dagger a 0 plus bra 0 a dagger square 0. Okay. Now ഇതിന്റെ ഓരോന്നിന്റെ വാല്യൂ കാണാം. Which will be equal to h cut divided by 2m omega into 0 a square 0. നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. Okay, 0 bra 0 a square 0. Okay, so അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? bra 0 a 0. Okay, so ഈ രീതിയിൽ നമുക്ക് എഴുതാം. So നമുക്ക് എന്ത് കൊടുക്കാം? So a square അല്ലേ? So ഇത് കൊടുക്കുമ്പോൾ 0 a 0 which is equal to എന്തെന്നു? ആദ്യം a ആണ് എന്ത് ചെയ്യുക? കെറ്റ് 0ന്റെ മുകളിൽ ആക്ട്. അപ്പോൾ നമുക്ക് കെറ്റ് എയുടെ ഓപ്പറേഷൻ എങ്ങനെയാണ്? കെറ്റ് എയുടെ ഓപ്പറേഷൻ നമുക്കറിയാം. a ഇൻറ്റു കെറ്റ് എന്നിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുമ്പോൾ റൂട്ട് n കെറ്റ് n-1 അങ്ങനെ വരിക. അതുപോലെ തന്നെ എ ഡാഗർ ആക്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരിക? റൂട്ട് n+1 കെറ്റ് n+1 ആ രീതിയിലാണ് വരിക. അപ്പോൾ കെറ്റ് എ 0ന്റെ മുകളിൽ ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരിക? റൂട്ട് 0 ഇൻറ്റു എന്ന് പറഞ്ഞിട്ടൊരു ടേം ആണ് വരിക. അത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ റൂട്ട് 0 ആണ്. പോസിറ്റീവ് ടേം എന്തായിട്ട് പോകും? 0 ആയിട്ട് പോകും. ഓക്കെ, സോ 0. സെക്കൻഡ് ടേം 0 a ഡാഗർ. ഓക്കെ, സോ അതിൻ്റെ നോക്കാം. സോ 0 a ഡാഗർ 0 which will be equal to ആദ്യം a ഡാഗർ 0ന്റെ മുകളിൽ ആക്ട് ചെയ്യുക. a ഡാഗർ 0ന്റെ മുകളിൽ ആക്ട് ചെയ്യുമ്പോൾ എന്തിട്ടും? റൂട്ട് 1 പുറത്ത് വന്നു. പിന്നെ 0 a ഈ 0 എന്തായിട്ട് മാറി? 1 ആയിട്ട് മാറി. ഓക്കെ, നൗ a 1ന്റെ മുകളിൽ ആക്ട് ചെയ്യുക. a 1ന്റെ മുകളിൽ ആക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇറ്റ് വിൽ ബി ഈക്വൽ ടു ഓൾറെഡി റൂട്ട് 1 ഉണ്ട്. പിന്നെ റൂട്ട് n ആണ് വരിക അല്ലേ? റൂട്ട് 1 ഓക്കെ ഇൻറ്റു 0 a 0 0. ഓക്കെ, 0 0 വരും. വിച്ച് വിൽ ബി ഈക്വൽ ടു റൂട്ട് 1 ഓർ 1 ആയിട്ട് വരും. ഓക്കെ, റൂട്ട് 1 ഓർ 1 ആയിട്ട് വരും. എന്തോ ഒരു പ്രോബ്ലം ഉണ്ടല്ലോ. റൂട്ട് 1 ആയിട്ട് വരും. ഓക്കെയാണ്. സോ സെക്കൻഡ് ടേം കിട്ടി 1 കിട്ടി. ഇനി തേർഡ് ടേം നോക്കാം. തേർഡ് ടേം എന്ത് വരും? 0 ഇവിടെ ചെയ്ത് നോക്കാം അല്ലേ? 0 a ഡാഗർ a 0 ആണ് വരിക. സോ ആദ്യം a 0ന്റെ മുകളിൽ ആക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? റൂട്ട് 0 പിന്നെ ബ്രാ 0 a ഡാഗർ 0 എന്തായിട്ട് മാറും? -1 ആയിട്ട് മാറും. സോ ഇവിടെ 0 ഉള്ളതുകൊണ്ട് ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. എന്തായിട്ട് പോകും? 0 ആയിട്ട് പോകും. സോ തേർഡ് ടേം 0. ഫോർത്ത് ടേം എന്ന് പറഞ്ഞാൽ a ഡാഗർ സ്ക്വയർ ആണ്. സോ 0 a ഡാഗർ 0 ഇറ്റ് വിൽ ബി ഈക്വൽ ടു ആദ്യം a ഡാഗർ ആക്ട് ചെയ്യുമ്പോൾ എന്ത് വരും? റൂട്ട് 1 0 a ഡാഗർ 1 വരും. ഓക്കെ, പിന്നെ a ഡാഗർ ആക്ട് ചെയ്യുമ്പോൾ എന്ത് വരും? റൂട്ട് 1 റൂട്ട് 2 ഇൻറ്റു 0 2 വരും അല്ലേ? അഗെയിൻ ഈ ടേം എന്തായിട്ട് പോകും? 0 ആയിട്ട് പോകും. സോ ഇതെന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, നോട്ടിരിക്കട്ടെ. സോ നമുക്ക് എന്ത് കിട്ടി? എക്സ് സ്ക്വയറിൻ്റെ എക്സ്പെക്ടേഷൻ വാല്യൂ. എക്സ് സ്ക്വയറിൻ്റെ എക്സ്പെക്ടേഷൻ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എച്ച് ക്രോസ് ഡിവൈഡഡ് ബൈ 2m ഒമേഗ കിട്ടി. ഓക്കെ, എച്ച് ക്രോസ് ഡിവൈഡഡ് ബൈ 2m ഒമേഗ കിട്ടി. ഇനി സിമിലർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പി സ്ക്വയറിനെ കണ്ടുപിടിക്കാം. പി സ്ക്വയറിന് സെയിം സ്റ്റെപ്പ് തന്നെയാണ് വരിക. സോ എന്ത് ചെയ്യാം? 0 ഗ്രൗണ്ട് സ്റ്റേറ്റിലല്ലേ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയറിന് പകരം കൊടുക്കുക? പി സ്ക്വയർ കൊടുക്കുക. ഓക്കെ, സോ എക്സ് സ്ക്വയറിന് പകരം പി സ്ക്വയർ കൊടുക്കുമ്പോൾ 0 പി സ്ക്വയർ 0. സോ വിച്ച് വിൽ ബി ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ? ഇതല്ല ഇക്വേഷൻ. അപ്പോൾ മൈനസ് എച്ച് കട്ട് ഒമേഗ എം ഒമേഗ ഡിവൈഡഡ് ബൈ 2 കോൺസ്റ്റൻ്റ് ആണ്. സോ മൈനസ് എച്ച് കട്ട് എം ഒമേഗ ഡിവൈഡഡ് ബൈ 2 കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ ബ്രാക്കറ്റിനകത്ത് എന്ത് വന്നു? എ സ്ക്വയർ മൈനസ് എ ഡാഗർ മൈനസ് എ ഡാഗർ എ പ്ലസ് എ ഡാഗർ സ്ക്വയർ അല്ലേ? സോ ഫസ്റ്റ് ടേം എന്ത് വരും? 0 എ സ്ക്വയർ 0 മൈനസ് 0 എ ഡാഗർ 0 പിന്നെ വീണ്ടും മൈനസ് 0 എ ഡാഗർ എ
0 പ്ലസ് 0 എ ഡാഗർ സ്ക്വയർ 0. ഓക്കെ, സോ ഈ രീതിയിലായിരിക്കും എന്ത് വരിക, നമുക്ക് പി സ്ക്വയറിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള എക്സ്പെക്റ്റേഷൻ വാല്യൂ കാണുമ്പോൾ ഇക്വേഷൻ വരിക. ഓക്കെ, സോ വലിയ ചേഞ്ച് ഒന്നുമില്ല. നേരത്തെ ചെയ്ത എക്സ് സ്ക്വയറിന് നമ്മൾ ചെയ്തിട്ടുള്ള അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഓരോന്നിൻ്റെയും കണ്ടുപിടിക്കുക. സോ ഞാൻ അത് കണ്ടുപിടിക്കണില്ല, ലാസ്റ്റ് ആൻസർ മാത്രമേ എഴുതണുള്ളൂ. സോ ലാസ്റ്റ് ആൻസർ മാത്രമേ എഴുതണുള്ളൂ. സോ നമുക്ക് എന്ത് കിട്ടും, എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് പി സ്ക്വയർ. എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് പി സ്ക്വയർ എന്ത് കിട്ടും, h cut m omega divided by 2. ഓക്കെ, h cut m omega divided by 2 ആണെന്ന് കിട്ടുക നമുക്ക് പി സ്ക്വയറിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ കിട്ടുക. ഓക്കെ, അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ എന്താ കിട്ടിയത്, h ക്രോസ് ഡിവൈഡഡ് ബൈ 2m ഒമേഗ. പി സ്ക്വയറിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ h ക്രോസ് m ഒമേഗ ഡിവൈഡഡ് ബൈ 2. ഇത് സോൾവ് ചെയ്യാവുന്നുള്ളൂ. നേരത്തെ എക്സ് സ്ക്വയറിൻ്റെ ചെയ്ത സെയിം സ്റ്റെപ്പിൽ തന്നെ നമുക്ക് സോൾവ് ചെയ്യാവുന്നുള്ളൂ. ഇതിനെ വേണമെങ്കിൽ ഒന്നുകൂടി മാറ്റി എഴുതാം. നമുക്കറിയാം h കട്ട് ഡിവൈഡഡ് ബൈ m ഒമേഗ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ x0 സ്ക്വയർ എന്ന് കൊടുത്തിരുന്നു. ഓക്കെ, സോ ഇതിനെങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം, x0 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 എന്ന് കൊടുക്കാം വേണമെങ്കിൽ. ഓക്കെ, x0 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. ഇനി എന്തിനാണ് ഈ എക്സ് സ്ക്വയറിനും പി സ്ക്വയറിനും എക്സ്പെക്റ്റേഷൻ വാല്യൂ കണ്ടുപിടിച്ചത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹാമിൽട്ടോണിയൻ്റെ എക്സ്പെക്റ്റേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, കാരണം ഹാമിൽട്ടോണിയൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജിയുടെയും അതുപോലെ തന്നെ കൈനറ്റിക് എനർജിയുടെയും എക്സ്പെക്റ്റേഷൻ വാല്യൂവിൻ്റെ ആയിരിക്കും. സോ ഹാമിൽട്ടോണിയൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, ഹാഫ് എം ഒമേഗ ഹാഫ് എം വി സ്ക്വയർ അല്ലോ പി സ്ക്വയർ ബൈ 2m, പി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m പ്ലസ് ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ. ഇതായിരുന്നു നമ്മൾ ഹാമിൽട്ടോണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇതിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ കാണുമ്പോൾ എന്ത് കിട്ടും, expectation value of Hamiltonian will be equal to 1 by 2m into expectation value of p square plus 1 by 2 m omega square into expectation value of x square. Okay, so x square and p square നമുക്ക് കിട്ടിയതാണ്. സോ നമുക്ക് എന്ത് എഴുതാം, it will be equal to 1 by 2m p square ന്റെ h cross m omega divided by 2 plus half m omega square x square എന്തായിരുന്നു, x square ന്റെ h cross divided by 2m omega. Okay, so h cross divided by 2m omega. Okay, so ഈ രണ്ട് ഇക്വേഷൻസ് ആണ് നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇതിൽ ആവശ്യമില്ലാത്തൊക്കെ വെട്ടിക്കളയുമ്പോൾ എം പോയി, പിന്നെ ഇവിടെ എം പോയി. സോ ഇവിടെ ഒരു ഒമേഗ സ്ക്വയർ, ഇവിടെ ഒരു ഒമേഗ പോയി, ബാക്കി എന്ത് വന്നു, വിച്ച് വിൽ ബി ഈക്വൽ ടു എച്ച് കട്ട് ഒമേഗ ഡിവൈഡഡ് ബൈ 4 ഉണ്ട്, അപ്പുറത്തും എച്ച് കട്ട് ഒമേഗ ഡിവൈഡഡ് ബൈ 4 ഉണ്ട്. ഓക്കെ, സോ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും, ഇറ്റ് വിൽ ബി ഈക്വൽ ടു എച്ച് കട്ട് ഒമേഗ ഡിവൈഡഡ് ബൈ 2. ഓക്കെ, എച്ച് കട്ട് ഒമേഗ ഡിവൈഡഡ് ബൈ 2 ആണ് നമുക്ക് കിട്ടുക. സോ ദിസ് ഈസ് ദി ഹാമിൽട്ടോണിയൻ ഓഫ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ഹാമിൽട്ടോണിയൻ ഓഫ് എന്ത് expectation value of Hamiltonian of the linear harmonic oscillator. linear harmonic oscillatorന്റെ ഹാമിൽട്ടോണിയന്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ ആണ് നമുക്ക് എന്ത് കണ്ടുപിടിച്ചത്, ഹാഫ് എച്ച് ക്രോസ് ഒമേഗ എന്ന രീതിയിൽ കിട്ടിയത്. ഓക്കെ, ഇനി ഇതിലെ ഒരു കാര്യം കൂടി നമുക്ക് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ കൈനറ്റിക് എനർജിയുടെ മാത്രമായിട്ട് നമുക്ക് എക്സ്പെക്റ്റേഷൻ വാല്യൂ കാണാം. കൈനറ്റിക് എനർജിയുടെ മാത്രമായിട്ട് എക്സ്പെക്റ്റേഷൻ വാല്യൂ കാണുമ്പോൾ എന്ത് കിട്ടും, 1 by 2m into എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് പി സ്ക്വയർ കിട്ടുക. സോ 1 by 2m into പി സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്, h cross m omega divided by 2. so m ക്യാൻസൽ ചെയ്ത് പോയി, which will be equal to h cross omega by 4. അതുപോലെ തന്നെ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് പൊട്ടൻഷ്യൽ എനർജി പറയുമ്പോൾ ഹാഫ് m omega സ്ക്വയർ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് x സ്ക്വയർ, അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, h cross omega by 4 കിട്ടും. ഓക്കെ, സോ the expectation value of kinetic energy is equal to expectation value of potential energy is equal to expectation value of Hamiltonian divided by 2. അല്ലേ, ഹാമിൽട്ടോണിയൻ ഡിവൈഡഡ് ബൈ 2 ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുക, ഈ രണ്ട് ആൻസേഴ്സും നമുക്ക് കിട്ടാം. ഓക്കെ, സോ അതും നമുക്ക് എന്താണ്, ഇതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ട് ആണ്. ഓക്കെ, സോ ഈ ഇത്രയും കാര്യങ്ങളാണ് എക്സ്പെക്റ്റേഷൻ വാല്യൂവിൽ വരുന്നത്. സോ നമ്മൾ എന്താ ചെയ്തത്, എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ആദ്യം എക്സ് സ്ക്വയർ കണ്ടു, പിന്നെ പി സ്ക്വയർ കണ്ടു. സോ അത് രണ്ടും ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ഹാമിൽട്ടോണിയൻ നമ്മൾ കണ്ടു. ഓക്കെ,
Now ഇതിൽ വേണമെങ്കിൽ നമുക്കൊരു അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും കൂടി നമുക്ക് ഇതിലൂടെ വേണമെങ്കിൽ ഫൗണ്ട് ഔട്ട് ചെയ്യാം. അതായത് നമുക്കറിയുന്ന ഒരു റിലേഷനാണ്, നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള റിലേഷൻ ആയിരിക്കും. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഓപ്പറേറ്ററിൻ്റെ ചേഞ്ച് കാണണമെങ്കിൽ എന്ത് ചെയ്യാം, ഇറ്റ് വിൽ ബി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ കിട്ടും. ഓക്കെ, എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എക്സ് ദ ഹോൾ എക്സ് എന്താണ് ഓൾറെഡി നമുക്കറിയാം, നമ്മൾ എന്താണ് കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് 0 ആണെന്ന് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ദിസ് വിൽ ബി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ കിട്ടും. സോ എക്സ് സ്ക്വയറിൻ്റെ എക്സ്പെക്ടേഷൻ വാല്യൂ നമ്മൾ കിട്ടിയതാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ ഡെൽറ്റ എക്സ് കിട്ടും. സിമിലർലി നമുക്ക് ഡെൽറ്റ പിയും ഇതേപോലെ തന്നെ റൂട്ട് ഓഫ് എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് പി സ്ക്വയർ കിട്ടും. സോ ആ വാല്യൂ കൊടുക്കുക. സോ നമുക്കറിയാം അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ആണ്. സോ ഇക്വേഷൻ രണ്ടിൻ്റെ വാല്യൂസ് ഡയറക്റ്റ്ലി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, നമുക്ക് ഇതിലത്തെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. ടെക്സ്റ്റിൽ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് കൊടുത്തിട്ടുള്ള സാധനമാണ്, അത് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുക. ജസ്റ്റ് എക്സ് സ്ക്വയറിൻ്റെ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എക്സ് സ്ക്വയർ കിട്ടിയിട്ട് അതിൻ്റെ റൂട്ട് കാണാം, എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് പി സ്ക്വയർ കണ്ടിട്ട് അതിൻ്റെ റൂട്ട് കാണാം, പിന്നെ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് നമുക്ക് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ കിട്ടും. അത് നിങ്ങൾക്ക് സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, അത് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ഹാർമോണിക് ഓസിലേറ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഒരുവിധ എല്ലാ ഏരിയാസും നമ്മളിവിടെ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ചെയ്യാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ടൈം ഡെവലപ്മെൻ്റ് ആണ് നോക്കാനുള്ളത്. ഓക്കെ, ഓസിലേറ്ററിൻ്റെ ടൈം ഡെവലപ്മെൻ്റ് ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലല്ല, നമുക്ക് നെക്സ്റ്റ് സെഷനിൽ നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ടൈം ഡെവലപ്മെൻറ്റിനെ പറ്റി സംസാരിക്കാം. അതായത് ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും, നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ള എല്ലാ വാല്യൂസും, ഇപ്പോൾ എക്സ് ആയാലും പി ആയാലും, നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള അനൈലേഷൻ ഓപ്പറേറ്റർ ആയാലും ക്രിയേഷൻ ഓപ്പറേറ്റർ ആയാലും എനർജി ആയാലും എല്ലാതും നമ്മളൊക്കെ അറ്റ് എ പെർട്ടിക്കുലർ ടൈം ടി, ഒരു പെർട്ടിക്കുലർ ടൈം ടി, അപ്പോൾ അത് ഇനീഷ്യൽ ടൈം ആവാം, വേറെ ഏതെങ്കിലും ടൈം ആവാം, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടൈമിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചത്, അല്ലേ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിന് ടൈം ഡെവലപ്മെൻറ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതായത് ആഫ്റ്റർ എ ടൈം ടി, ടൈം പ്രോഗ്രസ് ചെയ്യുമ്പോൾ ഈ വാല്യൂസിനൊക്കെ എന്ത് ചേഞ്ച് വരും എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഏത് പിക്ചറിലാണ് നമ്മൾ പറഞ്ഞിരുന്നില്ല, ഹൈസൻബർഗ് ആണോ ഷ്രോഡിഞ്ചർ ആണോ എന്നുള്ള ഒരു കാര്യം നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നില്ല, കാരണം അതിലൊരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നില്ല അവിടെ. പക്ഷേ ഇനി ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം, ഓക്കെ, ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെല്ലാം എന്താണ്, നമ്മൾ ഹൈസൻബർഗ് പിക്ചർ, പ്യൂർലി ഇൻ ഹൈസൻബർഗ് പിക്ചറിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ കാര്യം ഒന്ന് ആലോചിക്കുക. സോ ടൈം ഡെവലപ്മെൻറ്റ്, ഓഫ് ദി ഓസിലേറ്റർ. ഓക്കെ, ടൈം ഡെവലപ്മെൻറ്റ് ഓഫ് ദി ഓസിലേറ്റർ, ഓസിലേറ്ററിന് ടൈം ഡെവലപ്മെൻറ്റും കൂടി എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊന്ന് കണ്ടുപിടിക്കാം. സോ ഒന്നുമില്ല, നമുക്ക് എക്സിൻ്റെ ടൈം ഡെവലപ്മെൻറ്റ്, പിയുടെ ഡെവലപ്മെൻറ്റ്, അങ്ങനെ ഓരോ ഓപ്പറേറ്ററിൻ്റെയും ടൈം ഡെവലപ്മെൻ്റ് ആണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. സോ അതിനായിട്ട് നമുക്ക് ആദ്യം നമ്മൾ പഴയ ഏൺ ഫസ്റ്റ് തിയറം, നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകൾക്ക് മുമ്പ് കണ്ടുള്ള ഏൺ ഫസ്റ്റ് തിയറൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. സോ ആ ക്ലാസ്സൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ഈ വീഡിയോ കാണാം. ഓക്കെ, സോ ഏൺ ഫസ്റ്റ് തിയറം പ്രകാരം, ഏൺ ഫസ്റ്റ് തിയറിയിൽ നമ്മൾ സോൾവ് ചെയ്തതാണ്, നമ്മൾ ഡിറൈവ് ചെയ്തതാണ് ഡി പി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു എന്ത്, മൈനസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് വി ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ പിയുടെ ടൈം ഡെവലപ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഡെറിവേറ്റീവ് എടുക്കണമല്ലോ. ഓക്കെ, സോ ഡി പി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് വി ഓഫ് എക്സ് എന്നുള്ളത് കിട്ടിയതാണ്. ഹാർമോണിക് ഓസിലേറ്ററിൽ വി ഓഫ് എക്സ് എന്താണ്, ഹാർമോണിക് ഓസിലേറ്റർ വി ഓഫ് എക്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ ആണ്. ഓക്കെ, സോ വിച്ച് വിൽ ബി ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് മൈനസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ will be equal to minus 1 by 2 m omega square dou by dou x of x square, which will be equal to x square and differentiate ചെയ്യുമ്പോൾ 2x ആണ് കിട്ടുക. സോ minus 1 by 2 m omega square into 2x, 2 cancel ചെയ്ത് പോയി. സോ which will be equal to dp by dt is equal to minus m omega square x. Okay, it will be equation number 1. ഓക്കെ, ഡി പി ബൈ ഡി ടി എന്ന് കിട്ടി, നമുക്ക് എം ഒമേഗ സ്ക്വയർ എക്സ് എന്ന് കിട്ടി. നൗ സിമിലർലി എന്ത് ചെയ്യുക, വാക്കുള്ള ഓപ്പറേറ്റേഴ്സ് പറയുമ്പോൾ പൊസിഷൻ ഓപ്പറേറ്റർ, അനൈലേഷൻ ഓപ്പറേറ്റർ, ക്രിയേഷൻ ഓപ്പറേറ്റർ, അങ്ങനെ ഓരോ ഓപ്പറേറ്ററിനെ നമ്മൾ എന്ത് ചെയ്യുക,
നമ്മൾ അതിൻ്റെ ടൈം ഡെവലപ്മെൻറ്റ് കണ്ടുപിടിക്കലാണ് ഇനി നമ്മളെ പരിപാടി. സോ നെക്സ്റ്റ് നമുക്ക് dx/dt നോക്കാം, അതായത് എക്സ്പോസിഷൻ്റെ നോക്കാം. സോ dx/dt നമ്മളെ ഏൺഫോഴ്സ് തിയറം പ്രകാരം എന്തായിരുന്നു, p/m ആണ്. ഓക്കെ, p/m ആണ്. സോ dx/dt p/m ആണ്. സോ അതിന് പ്രത്യേകിച്ച് നമുക്ക് പലതും ചെയ്യാനൊന്നുമില്ല. സോ ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, കാരണം ഇതിലിപ്പോൾ ഇതിനൊന്നും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനോ ഒന്നുമില്ല. സോ dx/dt എന്താണ്, p/m തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് അനൈലേഷൻ ഓപ്പറേറ്റർ നമുക്ക് ചെക്ക് ചെയ്യാം. അനൈലേഷൻ ഓപ്പറേറ്റർ a is equal to എന്തായിരുന്നു, റൂട്ട് ഓഫ് m omega divided by 2h cut into x plus ip divided by m omega. Okay, so dA/dt. So dA/dt will be is equal to root of m omega divided by 2h cut into dx/dt plus I by m omega constant ആണല്ലോ into dp/dt. Okay, so dA/dt is equal to എന്ത് വരും, root of m omega divided by 2h cut into dx/dt. dx/dt പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, p/m ആണ് പ്ലസ് I by m omega. dp/dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dp/dt മൈനസ് m omega square x ആണ്. സോ മൈനസ് m omega square x. ഓക്കെ, സോ m ക്യാൻസൽ ചെയ്ത് പോയി, omega ക്യാൻസൽ ചെയ്ത് പോയി. സോ വിച്ച് വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് m omega divided by 2h cut into p/m minus I omega x. Okay, I omega x. So ഇതിനൊന്ന് സോൾവ് ചെയ്യാം നമുക്ക്. It will be equal to root of m omega divided by 2h cut. Okay, into രണ്ട് ടേമിനും I omega ആയിട്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, മൈനസ് I omega ആയിട്ട് ഡിവൈഡ് ചെയ്യുക. സോ എന്ത് കിട്ടും, p divided by minus I omega m plus x. ഓക്കെ, ഡിവൈഡ് ചെയ്താൽ മാത്രം പോലെ നമുക്ക് അതൊന്ന് ഇൻറ്റു ചെയ്യുമ്പോഴല്ലേ, ഇൻറ്റു മൈനസ് I omega കിട്ടും. നൗ എന്ത് ചെയ്യാം, വെച്ചാൽ ഈ ഐനെ മുകളിലേക്കാക്കാൻ വേണ്ടി മുകളിൽ താഴത്തും I ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ വിൽ ബി ഈക്വൽ റൂട്ട് ഓഫ് m omega divided by 2h cut into മുകളിൽ താഴത്ത് I മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ I into I minus 1, minus into minus plus. So ip divided by m omega plus x into minus I omega. Okay, now ഈ ടേം നോക്കുക, ഈ ടേം എന്താണ്, ഈ ടേം a ആണ്, അനൈലേഷൻ ഓപ്പറേറ്റർ a ആണ്. സോ dA/dt. So dA/dt will be is equal to minus I omega a. മൈനസ് I omega കിട്ടും. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 3. അതിന് നമുക്കൊന്ന് കൊടുക്കാം, ഇക്വേഷൻ നമ്പർ 3 കൊടുക്കാം. ഓക്കെ, സിമിലർലി എന്ത് ചെയ്യുക, എ ഡാഗറിനെ നമുക്ക് കാണാൻ പറ്റും. എ ഡാഗറിൻ്റെ ഇക്വേഷൻ എങ്ങനെ വരും, എ ഡാഗർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് m omega divided by 2h cut into x minus ip divided by m omega. അഗെയിൻ നേരത്തെ പോലെ തന്നെ ഇതേ സെയിം സ്റ്റെപ്പ്, dA/dt ചെയ്തിട്ടുള്ള അതേ സെയിം സ്റ്റെപ്പ് ഫോളോ ചെയ്യുക, വേറെ ഒരു മാറ്റമില്ല. അത് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുക, ലാസ്റ്റ് റിസൾട്ട് മാത്രമേ എഴുതുന്നുള്ളൂ. അതായത് dA ഡാഗർ ഡിവൈഡഡ് ബൈ dt. നേരത്തെ ഈ എക്ക് ചെയ്തിട്ടുള്ള സെയിം സ്റ്റെപ്പുകൾ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല, അതേപോലെ തന്നെ ഫോളോ ചെയ്ത് പോയാൽ മതി. സോ dA ഡാഗർ ഡിവൈഡഡ് ബൈ dt വിൽ ബി ഈക്വൽ ടു എന്ത് കിട്ടും, I omega into a dagger. ഓക്കെ, I omega into a dagger കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സിൻ്റെ എന്താ പറയുക ടൈം ഡെവലപ്മെൻറ്റ് കണ്ടു, പിയുടെ ടൈം ഡെവലപ്മെൻറ്റ് കണ്ടു, എയുടെയും കണ്ടു, എ ഡാഗറിൻ്റെയും കണ്ടു. ഓക്കെ, സോ ടൈം കണ്ടു. ഇനി നമുക്ക് എന്താ കാണുള്ളത്, നമുക്ക് n ഉണ്ട് അല്ലേ, നമ്പർ ഓപ്പറേറ്റർ n കൂടി ഉണ്ട് അല്ലേ. സോ അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, ഈ dA/dt ഇക്വേഷൻ 3 നമുക്ക് ഒന്നും കൂടി അതിന് മേലെ കുറച്ചും കൂടി പണിയുണ്ട്. സോ from equation 3 നമുക്ക് എന്ത് എഴുതാം, dA/dt is equal to minus I omega a ആണ്. ഓക്കെ,
dA by dt is equal to minus I omega a ആണ്. സോ നമുക്കതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ dA by a is equal to minus I omega dt വരും. ഓക്കെ, മൈനസ് I omega dt വരും. രണ്ട് ഭാഗത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ബേസിക് ഇൻ്റഗ്രേഷൻ ആണ്. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? log a is equal to minus I omega t plus constant of integration c. Okay, log a plus I omega t c. So boundary condition apply ചെയ്യുക. boundary condition പറഞ്ഞു കഴിഞ്ഞാൽ at t is equal to 0. Okay, at t is equal to 0 t is equal to 0 കൊടുക്കുന്നതിന് മുന്നേ ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഇവിടെ ഈ a നെ ഒറ്റക്ക് നിർത്താം. എന്നാൽ മാത്രം നമുക്ക് ബൗണ്ടറി കണ്ടീഷൻ വരെയൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ a നെ ഒറ്റക്ക് നിർത്താൻ എന്ത് ചെയ്യുക? രണ്ട് ഭാഗത്ത് എക്സ്പോണൻഷ്യൽ കൊടുക്കാം. സോ a of t is equal to e raised to minus I omega t into e raised to c. ഓക്കെ, രണ്ട് ഭാഗത്ത് എക്സ്പോണൻഷ്യൽ കൊടുത്തു. e raised to a plus e raised to b പറഞ്ഞാൽ e raised to a into e raised to b സെയിം ആണ്. സോ a of t is equal to, അതായത് നമ്മൾ അനൈലേഷൻ ഓപ്പറേറ്ററിന് ടൈം ഡെവലപ്മെന്റ് ആണ് കാണിക്കുന്നത്, അതുകൊണ്ടാണ് a of t കൊടുത്തത്. ഓക്കെ, നൗ അപ്ലൈ ബൗണ്ടറി കണ്ടീഷൻ. ഇനി എന്ത് ചെയ്യുക? ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുക. അതായത് അറ്റ് ടൈം t is equal to 0, അറ്റ് ടൈം t is equal to 0 എന്താണ്? a of t is equal to എന്തായിട്ട് മാറും? a of 0 ആയിട്ട് മാറും. ഓക്കെ, a of t എന്തായിട്ട് മാറും? a of 0 ആയിട്ട് മാറും. സോ a of t is equal to എന്തായിട്ട് മാറും? a of 0 ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എങ്ങനെ മാറും? a of 0 is equal to എന്ത് വരും? e raised to c. a of 0 is equal to e raised to c വരും. therefore a of t is equal to a of 0. e raised to c ന്റെ പകരം എന്ത് കൊടുത്തു? a of 0 കൊടുത്തു. പിന്നെ e raised to I omega t minus I omega t. Okay, let it be equation number 6. Okay, so എന്താണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഡെവലപ്പ് എന്താ പറയുക കണ്ടുപിടിച്ച ഇക്വേഷൻ എന്താണ്? a of t is equal to a of 0 into e raised to minus I omega t എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളെ അനൈലേഷൻ ഓപ്പറേറ്റർ ആസ് ദ ടൈം പ്രോഗ്രസസ് ദി അനൈലേഷൻ ഓപ്പറേറ്റർ ഓൾസോ ചേഞ്ചസ് വിത്ത് ടൈം. ഓക്കെ, ഇപ്പോൾ ഹൈസൻബർഗ് പിക്ചറിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ അനൈലേഷൻ ഓപ്പറേറ്റർ ടൈമിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് എ ടൈം ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഹൈസൻബർഗ് പിക്ചറിൽ എന്താണ്? അനൈലേഷൻ ഓപ്പറേറ്റർ ഒരു ടൈം ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ്. ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എ ഡയഗറിനും കാണാൻ പറ്റും. ഓക്കെ, എന്ത് ചെയ്താൽ മതി? എ ഡയഗറിന് ഈക്വേഷനിൽ എ ഡയഗറിനെ പുറത്തേക്ക് എടുക്കുക, ഡി ടിനെ പുറത്തേക്ക് എടുക്കുക, സോൾവ് ചെയ്യുക. വേറെ ഒരു വ്യത്യാസമില്ല. ഇതേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എ ഡയഗറിന് കിട്ടും. സോ ദ ആൻസർ വിൽ ബി a dagger of t will be is equal to a dagger of 0 into e raised to I omega t. Okay, let it be equation number 7. Okay, ഇതും എന്താണ് കാണിക്കുന്നത്? ഈ ഇക്വേഷനും കാണിക്കുന്നത് എന്താണ്? നമ്മളെ a dagger of t യും a dagger എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്രിയേഷൻ ഓപ്പറേറ്റർ ആണ്. ഈ ക്രിയേഷൻ ഓപ്പറേറ്ററും എന്ത് ചെയ്യുന്നുണ്ട്? ടൈമിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ചെയ്യുന്നുണ്ട്. Okay, so both annihilation operator and creation operator changes with time. ടൈമിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ക്രിയേഷൻ ഓപ്പറേറ്ററും ചേഞ്ച് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ അനൈലേഷൻ ഓപ്പറേറ്ററും ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്പർ ഓപ്പറേറ്റർ എന്താ സംഭവിക്കുന്നത് നോക്കാം. ഓക്കെ, നമ്പർ ഓപ്പറേറ്ററും അതുപോലെ തന്നെ ഹാമിൽട്ടോണിനൊക്കെ ഇതേപോലെ ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യും എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. സോ നമ്പർ ഓപ്പറേറ്റർ n is equal to എന്താണ്? a dagger a ആണ്. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു ടൈം ഡെവലപ്മെന്റ് നമ്മൾ നോക്കണം. സോ n of t എടുക്കുക അല്ലേ? n of t is equal to a dagger of t into a of t. Okay, so it will be equal to a dagger of t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a dagger of 0 e raised to I omega t. Okay, equation 7 ആണത്. a of t പറഞ്ഞു കഴിഞ്ഞാൽ equation 6 ആണ്. അതായത് a of 0 into e raised to minus I omega t. Okay, so ഇത് ക്യാൻസൽ ചെയ്ത് പോകും. which will be equal to a dagger of 0 into a of 0. അത് തന്നെയാണ് ഇവിടെ കിടക്കുന്നത് അല്ലേ? അത് തന്നെയാണ് ഇവിടെ കിടക്കുന്നത്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു എ ഡാഗർ എ. ഓക്കെ, അപ്പോൾ എന്ത് മനസ്സിലായി? നമ്പർ ഓപ്പറേറ്റർ n ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടൈം. നമ്പർ ഓപ്പറേറ്റർ n ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടൈം. ടൈമിനനുസരിച്ച് എന്ത് ചെയ്യില്ല? നമ്പർ ഓപ്പറേറ്റർ വേരി ചെയ്യില്ല. അപ്പോൾ അനൈലേഷൻ ഓപ്പറേറ്ററും ക്രിയേറ്റർ ഓപ്പറേറ്ററൊക്കെ എന്ത് ചെയ്യും? ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിലും നമ്പർ ഓപ്പറേറ്റർ എന്ത് ചെയ്യുന്നില്ല? ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യില്ല. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടൈം. ഓക്കെ, ഇതൊക്കെ ഹൈസൻബർഗ് പിക്ചറിലാണ്, അത് ആലോചിക്കണം. ഇനി ഹാമിൽട്ടോണിയൻ എച്ച് എടുത്താലോ? ഹാമിൽട്ടോണിയൻ എച്ച് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ n പ്ലസ് 2 ഇൻറ്റു എച്ച് കട്ട് ഒമേഗയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ n എന്താണ്? ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടൈം ആണ്. ഇഫ് n ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടൈം ദെൻ ഹാമിൽട്ടോണിയൻ എച്ച് ഈസ് ഓൾസോ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടൈം. അപ്പോൾ
ക്യാപിറ്റൽ എൻ നമ്പർ ഓപ്പറേറ്റർ എന്താണ് ഇൻഡിപെൻഡന്റ് ഓഫ് ടൈം ആണ് ഹൈസൻബർഗ് പിക്ചറിൽ. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും നമ്മളെ ഹാമിൽട്ടോണിയൻ എച്ചും എന്തായിരിക്കും ഇൻഡിപെൻഡന്റ് ഓഫ് ടൈം ആയിരിക്കും. ടൈമിനനുസരിച്ച് എന്ത് ചെയ്യില്ല, ചേഞ്ച് ചെയ്യില്ല. ഇതൊക്കെ ഹൈസൻബർഗ് പിക്ചറിലാണ് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അനൈലേഷൻ ഓപ്പറേറ്ററും ക്രിയേറ്റർ ഓപ്പറേറ്ററും എന്ത് ചെയ്യും, ടൈമിനനുസരിച്ച് വേരി ചെയ്യും. പക്ഷേ നമ്പർ ഓപ്പറേറ്ററും അതുപോലെ തന്നെ ഹാമിൽട്ടോണിയനും എന്ത് ചെയ്യില്ല, ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യില്ല. ദേ ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ടൈം. ദേ ആർ ഡിപെൻഡന്റ് ഓഫ് ടൈം. അല്ല, they are independent of time. Sorry. They are independent of time. They does not change with time. Okay, they doesn't change with time. Okay, ഇനി ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പൊസിഷനും മൊമെന്റും എങ്ങനെയാണ് ചേഞ്ച് ചെയ്യാൻ നോക്കാം. നമുക്ക് നേരത്തെ ഇപ്പോൾ നമ്മൾ അതിന്റെ ഡെറിവേറ്റീവ് ഒക്കെ കണ്ടുവച്ചിട്ട് നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ എങ്ങനെയാണ് ടൈമിനനുസരിച്ച് അത് ചേഞ്ച് ചെയ്യുക എന്നുള്ളത് നമ്മൾ നോക്കിയിട്ടില്ല. ഓക്കെ, സോ പൊസിഷനും മൊമെന്റും എങ്ങനെയാണ് ടൈമിനനുസരിച്ച് വേരി ചെയ്യുക എന്നുള്ളത് കൂടി എന്ത് ചെയ്യാം, നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ ഫോർ ദാറ്റ് നമ്മൾ എന്ത് ചെയ്യാം, ഫ്രം ഇക്വേഷൻ 6 നെക്സ്റ്റ് പേജ് വെക്കാം. ഫ്രം ഇക്വേഷൻ 6 നമുക്കറിയാം എന്ത്, എ ഓഫ് ടി ഈസ് ഈക്വൽ ടു എ ഓഫ് 0 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി. അതേപോലെ തന്നെ ഇക്വേഷൻ 7 എന്തറിയാം, എ ഡാഗർ ഓഫ് ടി ഈസ് ഈക്വൽ ടു എ ഡാഗർ ഓഫ് 0 ഇൻറ്റു ഇ റേസ് ടു ഐ ഒമേഗ ടി. ഈ രണ്ട് ഇക്വേഷൻസ് നമുക്ക് അറിയുന്നതാണ്. നൗ നമുക്ക് എ ഓഫ് 0നെ നമുക്ക് സാധാരണ നമ്മൾ എയുടെ ഇക്വേഷൻ നമുക്ക് അറിയുന്നതാണ്. എയുടെ ഇക്വേഷൻ എന്താണ്, എ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എം ഒമേഗ ഡിവൈഡഡ് ബൈ 2h കട്ട് ഇൻറ്റു എക്സ് പ്ലസ് ഐ പി ഡിവൈഡഡ് ബൈ എം ഒമേഗ. ഓക്കെ, സോ എം ഒമേഗ. നൗ ഇതിന് ടൈം ഡെവലപ്മെന്റ് എടുക്കുകയാണെങ്കിൽ എന്ത് വരും, എ ഓഫ് ടി വിൽ ബി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എം ഒമേഗ ഡിവൈഡഡ് ബൈ 2h കട്ട് ഇൻറ്റു എക്സ് ഓഫ് ടി പ്ലസ് ഐ പി ഓഫ് ടി ഡിവൈഡഡ് ബൈ എം ഒമേഗ. ഇതായിരിക്കും എന്ത്, അതിന് ടൈം ഡെവലപ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ. നൗ എന്ത് ചെയ്യുക, ഇക്വേഷൻ 6ഉം 7ഉം എടുത്തിട്ട് എന്ത് ചെയ്യുക, ഇക്വേഷൻ 6ഉം 7ഉം എടുത്തിട്ട് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 6ഉം 7ഉം അല്ല സോറി ഇത് ഇപ്പോൾ ഇക്വേഷൻ 8 ആണെന്ന് വിചാരിക്കുക, ഇത് ഇക്വേഷൻ 9 ആണെന്ന് വിചാരിക്കുക. നൗ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ത് ചെയ്യുക, ഇക്വേഷൻ 8 ആൻഡ് ഇക്വേഷൻ 9. ഓക്കെ, ഇക്വേഷൻ 8ഉം അതുപോലെ തന്നെ ഇക്വേഷൻ 9ഉം എടുത്തിട്ട് എന്ത് ചെയ്യുക, നമ്മളെ ഇക്വേഷൻ 6ൽ കൊണ്ടിട്ട് കൊടുക്കുക. ഓക്കെ, ഇക്വേഷൻ 8ഉം അതുപോലെ തന്നെ ഇക്വേഷൻ 9ഉം എടുത്തിട്ട് എന്ത് ചെയ്യുക, ഇക്വേഷൻ 8ൽ കൊണ്ടെടുത്തിട്ട് എന്ത് ചെയ്യുക, നമുക്കതിനൊന്ന് സോൾവ് ചെയ്യാം. ഒരു സെക്കൻഡ്. ഓക്കെ, സോ ഇക്വേഷൻ 8ഉം 9ഉം ഇക്വേഷൻ 6ൽ കൊണ്ടെടുത്ത് എന്ത് ചെയ്യാം, നമുക്കൊന്ന് സോൾവ് ചെയ്യാം. സോ നമുക്ക് എന്ത് കിട്ടും, എ ഓഫ് ടി ഈസ് ഈക്വൽ ടു, എ ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷൻ ആണ്. സോ റൂട്ട് ഓഫ് എം ഒമേഗ ഡിവൈഡഡ് ബൈ 2h കട്ട് ഇൻറ്റു എക്സ് ഓഫ് ടി പ്ലസ് ഐ പി ഓഫ് ടി ഡിവൈഡഡ് ബൈ എം ഒമേഗ. ഓക്കെ, ഈസ് ഈക്വൽ ടു എ ഓഫ് 0. എ ഓഫ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗെയിൻ റൂട്ട് ഓഫ് എം ഒമേഗ ഡിവൈഡഡ് ബൈ 2h കട്ട് ഇൻറ്റു എക്സ് പ്ലസ് ഐ പി ഡിവൈഡഡ് ബൈ എം ഒമേഗ. ഓക്കെ, ഇതൊക്കെ 0 ആണ് കേട്ടോ. എക്സ് ഓഫ് 0 പി ഓഫ് 0 അങ്ങനെ എടുക്കണം കേട്ടോ. ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി. ഓക്കെ, രണ്ട് ഭാഗത്തും ഈ കോൺസ്റ്റന്റ് ആണ്, എന്ത് ചെയ്യുക, വെട്ടിക്കളയാം. സോ ലെഫ്റ്റ് സൈഡിൽ എന്ത് കിട്ടും, എക്സ് ഓഫ് ടി പ്ലസ് ഐ പി ഓഫ് ടി ഡിവൈഡഡ് ബൈ എം ഒമേഗ ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് 0 പ്ലസ് ഐ ഇൻറ്റു പി ഓഫ് 0 ഡിവൈഡഡ് ബൈ എം ഒമേഗ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി. ഓക്കെ, സോ ഓക്കെ, വേണമെങ്കിൽ അത് തുള്ളി കൊടുക്കായിരുന്നു, എന്നാലും പ്രശ്നമില്ല. നമുക്കത് ഉള്ളിൽ കൊടുക്കാം അല്ലേ. വിൽ ബി ഈക്വൽ ടു എക്സ് ഓഫ് 0 ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി പ്ലസ് ഐ ഇൻറ്റു പി ഓഫ് 0 ഡിവൈഡഡ് ബൈ എം ഒമേഗ ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി. ഓക്കെ, നൗ എന്ത് ചെയ്യുക വെച്ചാൽ ഇപ്പോൾ ഈ ഇക്വേഷൻ നോക്കണ്ട, നമുക്കൊന്ന് നടിപ്പിച്ചെഴുതാം അല്ലേ. എന്തായിരുന്നു ഇവിടെ, എക്സ് ഓഫ് 0 ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി പ്ലസ് ഐ പി ഓഫ് 0 ഡിവൈഡഡ് ബൈ എം ഒമേഗ
e raised to minus I omega t. Okay, so ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള രണ്ട് ഇക്വേഷൻ. ഇതെന്ത് ചെയ്യുക, e raised to minus I omega t, e raised to minus I omega t നമുക്ക് എന്ത് കൊടുക്കാം, cos omega t minus I sin omega t. അതാണ് അതിന്റെ എക്സ്പാൻഷൻ പറഞ്ഞു കഴിഞ്ഞാൽ. സോ എന്ത് ചെയ്യാം, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ x of t plus I p of t divided by m omega is equal to x of 0. ഇതിന് പകരം എന്ത് കൊടുക്കുക, cos omega t minus I sin omega t കൊടുക്കുക. സോ ആദ്യം cos omega t കൊടുത്തു, പിന്നെ മൈനസ് I x of 0 sin omega t, അതായത് cos omega t minus I sin omega t ബ്രാക്കറ്റിലായിരുന്നു, ഇത് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി കൊടുത്തു, പ്ലസ് I p of 0 അല്ലേ. സോ I p of 0 divided by m omega into cos omega t പ്ലസ് ഇവിടെ ഒരു I ഉണ്ട്, ഇവിടെ രണ്ട് I into I minus 1, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വരും. സോ പ്ലസ് p of 0 divided by m omega into sin omega t let it be equation number 10. നമുക്ക് ഇക്വേഷൻ നമ്പർ 10 കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു വലിയൊരു ഇക്വേഷനെ കിട്ടിയുള്ളത് ലെഫ്റ്റ് സൈഡിൽ എന്റെ ടൈം ഡെവലപ്മെന്റ് ആണ് x of t plus I p of t divided by m omega. റൈറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്തു, എക്സ്പോണൻഷ്യൽ ടേമിനൊക്കെ എക്സ്പാൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്തു, നമ്മൾ എഴുതി. ഓക്കെ, ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഈ I ഇല്ലാത്ത ടേംസ് ഒക്കെ, ഇമാജിനറി ടേംസ് ഇല്ലാത്ത ടേംസിനൊക്കെ എന്ത് ചെയ്യാം, അതൊക്കെ ഹെർമീഷ്യൻ ആണ്. അതായത് x of t, x0 cos omega t, പിന്നെ ഇതിലല്ലാത്ത പിന്നെ ലാസ്റ്റ് ടേം ഇതിലും എന്തില്ല, I ഇല്ല. സോ അത് ടേമുകളൊക്കെ എന്താണ്, ഹെർമീഷ്യൻ ടേംസ് ആണ്. ഈ I ഉള്ള ടേംസ് ഒക്കെ എന്താണ്, ആന്റി ഹെർമീഷ്യൻ ടേംസ് ആണ്. സോ ഹെർമീഷ്യൻ ടേംസിനെയും അതുപോലെ തന്നെ ആന്റി ഹെർമീഷ്യൻ ടേംസിനെയും നമുക്ക് ഒരുമിച്ചെടുക്കുക. സോ ഹെർമീഷ്യൻ ടേംസിനെ ഒരുമിച്ചെടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, x of t is equal to x0 cos omega t plus p of 0 divided by m omega into sin omega t. Okay, let it be equation number 11. ഇത് ഹെർമീഷ്യൻ ടേംസിനെ ഒരുമിച്ചെടുത്താണ്. ഇനി ആന്റി ഹെർമീഷ്യൻ ഒരുമിച്ചെടുക്കുമ്പോൾ ആദ്യം ഈ ടേം. സോ I p of t, I ഉണ്ടല്ലോ അല്ലേ, I എല്ലായിടത്തും കോമൺ ആയിട്ട് വെട്ടിപ്പോവും. p of t divided by m omega is equal to ആദ്യത്തെ ടേം ഇതാണ്. സോ മൈനസ് I വേണ്ട, മൈനസ് x of 0 sin omega t plus p of 0 divided by m omega cos omega t. ഓക്കെ, സോ p of t നെ മാത്രമായിട്ട് കിട്ടാൻ എന്ത് ചെയ്യുക, ഈ m omega നെ പുറത്തേക്ക് എടുക്കുക. സോ നമുക്ക് ഇങ്ങനെ എഴുതാം, p of t will be is equal to minus m omega x of 0 sin omega t plus ഇവിടെ m omega കൊടുക്കുമ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. സോ p of 0 cos omega t. Okay, let it be equation number 12. Okay, അപ്പോൾ ഇക്വേഷൻ നമ്പർ 11ഉം ഇക്വേഷൻ നമ്പർ 12ഉം എന്താണ് കാണിക്കുന്നത്, ഇറ്റ് ഷോസ് ദി ടൈം ഡെവലപ്മെന്റ് ഓഫ് പൊസിഷൻ ആൻഡ് മൊമെന്റം. മൊമെന്റത്തിന്റെയും അതുപോലെ തന്നെ പൊസിഷന്റെയും ടൈം ഡെവലപ്മെന്റ് ആണ് കാണിക്കുന്നത്. സോ ദി പൊസിഷൻ x of the linear harmonic oscillator changes as this equation. ഈ ഇക്വേഷൻ പ്രകാരമാണ് എന്ത് ചെയ്യുക, പൊസിഷൻ ചേഞ്ച് ചെയ്യുക. മൊമെന്റം എങ്ങനെ ടൈം ഡെവലപ്മെന്റ്, മൊമെന്റം ഈ ഇക്വേഷൻ അനുസരിച്ച്, ഇക്വേഷൻ 12 അനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുക, മൊമെന്റത്തിന്റെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ നമ്മൾ എന്റെ ഡെവലപ്മെന്റ് നോക്കി. ഏതൊക്കെ ഡെവലപ്മെന്റ് നോക്കിയത്, നമ്മൾ അനലൈസേഷൻ ഓപ്പറേറ്ററിന്റെ ടൈം ഡെവലപ്മെന്റ് നോക്കി, ക്രിയേഷൻ ഓപ്പറേറ്ററിന്റെ ടൈം ഡെവലപ്മെന്റ് നോക്കി, എന്നിന്റെ നോക്കി, ഹാമിൽട്ടോണിനെ നോക്കി. അപ്പോൾ അതിൽ ക്രിയേഷനും അനലൈസേഷനും ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്പർ ഓപ്പറേറ്ററും ഹാമിൽട്ടോണിനും എന്താണ്, ടൈം ഇൻഡിപെൻഡന്റ് ആണ്, കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. പക്ഷെ പൊസിഷനും മൊമെന്റും എന്താണ്, എഗെയിൻ ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നൗ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എക്സ് കാണാം. ഓക്കെ, എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എക്സ് ഓഫ് ടി ആണ്. ഓക്കെ, എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എക്സ് ഓഫ് ടി കാണാൻ സുഖമാണ്. എന്ത് ചെയ്താൽ മതി, എൻ എക്സ് ഓഫ് ടി എൻ എന്താ മതി. ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, എക്സ്പെക്ടേഷൻ വാല്യൂ കാണുക. സോ എന്ത് ചെയ്യുക, നമുക്കതിൽ സോൾവ് ചെയ്യുമ്പോൾ ഇത് കിട്ടും, എൻ എക്സ് ഓഫ് ടിയുടെ വാല്യൂ ഇതാണ് അല്ലേ.
സോ എക്സ് ഓഫ് 0 cos omega t plus p of 0 divided by m omega into sin omega t n. ഓക്കെ, n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സ്റ്റേറ്റിലാണെന്നുള്ളതാണ് n സൂചിപ്പിക്കുന്നത്. സോ നമുക്ക് ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ സംഭവിക്കും ഇറ്റ് വിൽ ബി ഈക്വൽ ടു, ഇതിനാദ്യം cos omega t കോൺസ്റ്റന്റ് ഉള്ള പുറത്തേക്ക് എടുക്കാം. സോ cos omega t ഇൻറ്റു ബ്രാ n എക്സ് ഓഫ് 0 കെറ്റ് n പ്ലസ് ഇവിടെ സൈൻ ഒമേഗ ടി ബൈ എം ഒമേഗ കോൺസ്റ്റന്റ് ആണ്. സോ അതിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ സൈൻ ഒമേഗ ടി ഡിവൈഡഡ് ബൈ എം ഒമേഗ ഇൻറ്റു ഇവിടെ ബ്രാ n കൊടുക്കാൻ പറഞ്ഞു അല്ലേ, ഇവിടെ ബ്രാ n ഇട്ടാ. സോ ബ്രാ n പി ഓഫ് 0 കെറ്റ് n. ഓക്കെ, ബ്രാ n പി ഓഫ് 0 കെറ്റ് n. നൗ ഈ ടേം n ഇൻറ്റു എക്സ് ഓഫ് 0 n, ദിസ് വിൽ ബി 0 ആയിരിക്കും. ഓക്കെ, ഈ ടേം എന്തായിട്ട് പോകും, 0 ആയിട്ട് പോകും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളത് മുന്നേ ചെയ്തെന്ന് തോന്നുന്നു. n എക്സ് n വിച്ച് വിൽ ബി ഈക്വൽ ടു എന്താ വരിക, എക്സിൻ്റെ എക്സ്പാൻഷൻ എങ്ങനെയാണ്, എയിലും എ ഡാഗറിലും റൂട്ട് ഓഫ് എം ഒമേഗ ഡിവൈഡഡ് ബൈ 2h ക്രോസ് ഇൻറ്റു എ പ്ലസ് എ ഡാഗർ ആണ്. സോ എം ഒമേഗ ഡിവൈഡഡ് ബൈ 2h ക്രോസ് ഇൻറ്റു ബ്രാ n എ പ്ലസ് എ ഡാഗർ. ഓക്കെ, പ്ലസ് എ ഡാഗർ എ പ്ലസ് എ ഡാഗർ n. ഈ രീതിയിലാണ് ഇതിന് എക്സ്പാൻഷൻ വരിക. സോ ഈ രീതിയിൽ എക്സ്പാൻഷൻ വരുമ്പോൾ അത് നോർമലി എന്തായാലും 0 ആയിട്ട് പോകും. അതായത് നമുക്ക് നോക്കാം, എ പ്ലസ് എ ഡാഗർ വിച്ച് വിൽ ബി ഈക്വൽ ടു, നമുക്ക് ആദ്യം ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. n എ n ഇത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്തായാലും n a n വരുമല്ലോ. ഇറ്റ് വിൽ ബി ഈക്വൽ ടു എ എന്നിൻ്റെ മുകളിലായിട്ട് ചെയ്യുമ്പോൾ എന്താ വരിക, റൂട്ട് n പിന്നെ ബ്രാ n എന്നിൻ്റെ മുകളിലായിട്ട് ചെയ്യുമ്പോൾ n ഇൻറ്റു n മൈനസ് 1 വരും. ഓക്കെ, നൗ ദിസ് ഈസ് 0. അതേപോലെ തന്നെ ബ്രാ n എ ഡാഗർ n അത് നെഗറ്റീവ് എന്ത് വരും, n പ്ലസ് 1 n പ്ലസ് 1. അഗെയിൻ ഈ സാധനം എന്തായിട്ട് പോകും, 0 ആയിട്ട് പോകും. ഓക്കെ, സോ n എക്സ് n എന്തായിട്ട് പോകും, 0 ആയിട്ട് പോകും. സിമിലർലി പിക്കും ഇതേപോലെ തന്നെയാണ് എക്സ്പാൻഷൻ വരിക. റൂട്ട് ഓഫ് എം ഒമേഗ റൂട്ട് ഐ ഇൻറ്റു റൂട്ട് ഓഫ് എച്ച് ക്രോസ് എം ഒമേഗ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു മൈനസ് എ പ്ലസ് എ ഡാഗർ ആണ് പിൻ്റെ എക്സ്പാൻഷൻ വരിക. അത് ഇട്ട് കൊടുത്താലും എന്ത് ചെയ്യും, ഈ ടേം എന്തായിട്ട് പോകും, 0 ആയിട്ട് പോകും. സോ ബാക്കി എന്ത് മാത്രമേ വരുള്ളൂ, എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് ടി. എക്സ്പെക്ടേഷൻ ബാക്കിയൊന്നും വരില്ലേ, ഇവിടെ 0 വന്നു അവിടെയും 0 വന്നു കഴിഞ്ഞാൽ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് ടി എന്തായിട്ട് പോകും, 0 ആയിട്ട് പോകും. ഓക്കെ, സോ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് ടി എന്താണ്, 0 ആയിട്ടാണ് പോവുക. ഇനി സിമിലർലി നമ്മൾ പിൻ്റെ കാണുകയാണെങ്കിൽ, പിൻ്റെ കാണുമ്പോൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഇവിടെ മാറ്റിയാൽ മതി. ഇവിടെ മാറ്റിയാൽ മതി, ഈ ഒരു ഇക്വേഷനിൽ മാത്രം മാറ്റം വരുള്ളൂ. പി ഓഫ് ടി എന്ന് പറയുക ഇവിടെ മാത്രം മാറ്റം വരുള്ളൂ. ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സെയിം മെത്തേഡ് തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. ഇതേപോലെ തന്നെ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് പി ഓഫ് ടി വിൽ ബി ഈക്വൽ ടു, അത് നമുക്ക് എന്ത് കിട്ടും, 0 കിട്ടും. ഓക്കെ, സോ ടൈമിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പൊസിഷനും മൊമെൻറ്റും ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താണ് ദി എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് പൊസിഷൻ ആൻഡ് മൊമെൻറ്റം, എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് പൊസിഷനും മൊമെൻറ്റും എന്താണ്, 0 ആണ് കിട്ടുന്നത്. ഓക്കെ, എന്താണത് മീൻ ചെയ്യണത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കൊരു ഒരു ഓസിലേറ്റർ വിചാരിക്കാം. ഓക്കെ, ഇതാണ് അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷൻ, ഇതാണ് അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷൻ. സോ ഈ ഓസിലേറ്റർ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട്, ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ പൊസിഷൻ റാൻഡം ആയിട്ട് മെഷർ ചെയ്യാമെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ ഓസിലേറ്ററിൻ്റെ പൊസിഷൻ നമ്മൾ റാൻഡം ആയിട്ട് മെഷർ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. നമ്മൾ റാൻഡം ആയിട്ട് നമ്മളൊരു 100 തവണ മെഷർ ചെയ്ത് വിചാരിക്കുക. 100 തവണ മെഷർ ചെയ്യുമ്പോൾ അതിൽ നമുക്കൊരു 90 തവണ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, അതിൻ്റെ പൊസിഷൻ എവിടെയായിട്ട് കിട്ടുക, ഇതേ ഇക്വിലിബ്രിയം പൊസിഷനിലായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുക. ഓക്കെ, 100 തവണയിൽ ഒരു 90 തവണ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുക, ഈ ഓസിലേറ്റർ ഇതേ ഇക്വിലിബ്രിയം പൊസിഷനിൽ തന്നെയാണ് അതിൻ്റെ പൊസിഷൻ എന്നാണ് നമുക്ക് കിട്ടുക. ബാക്കി ഒരു 10% 10 പ്രാവശ്യം നമുക്ക് എന്ത് കിട്ടും, ചിലപ്പോൾ ഇവിടെ ഇട്ടോ വേറെ ഏതെങ്കിലും പൊസിഷനിലായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ 100 തവണ മെഷർ ചെയ്യുമ്പോൾ 90 തവണ നമുക്ക് എവിടെ കിട്ടുന്നത്, ഓസിലേറ്ററിൻ്റെ പൊസിഷൻ അതിൻ്റെ ഇക്വിലിബ്രിയത്തിലായിട്ടാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് എന്ത് വരുന്നത്, എക്സ്പെക്ടേഷൻ വാല്യൂ 0 വരുന്നത്. അതായത് അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷൻ, മീൻ പൊസിഷൻ ആണ്. എക്സ്പെക്ടേഷൻ വാല്യൂ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് അതിന് കാണപ്പെടാൻ സാധ്യത കൂടുതലുള്ള വാല്യൂ ആണല്ലോ, എന്താണ് അത് 0 ആയിട്ടാണ് കിട്ടുന്നത്. കാരണം മീൻ പൊസിഷനിൽ തന്നെയാണ് അതിന് ഏറ്റവും കൂടുതൽ കാണാൻ സാധ്യത. സോ അതുകൊണ്ടാണ് എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എക്സും അതുപോലെ തന്നെ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് പി എന്തായിട്ട് വരുന്നത്, 0 ആയിട്ട് വരുന്നത്. അപ്പോൾ ടൈമിനനുസരിച്ചിട്ട് പൊസിഷൻ മൊമെൻറ്റം മാറുന്നുണ്ടോ ചോദിച്ചാൽ മാറുന്നുണ്ട്. പക്ഷേ
അതിൻ്റെ എക്സ്പെക്ടേഷൻ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ പൊസിഷൻ്റെയും മൊമെൻ്റെയും എക്സ്പെക്ടേഷൻ വാല്യൂ എടുത്തു കഴിഞ്ഞായിരിക്കും അത് രണ്ടും 0 ആയിട്ടാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മൾ ടൈം ഡെവലപ്മെന്റ് നോക്കുമ്പോൾ അതിൽ അനൈലേഷൻ ഓപ്പറേറ്റർ, ക്രിയേഷൻ ഓപ്പറേറ്റർ ഒക്കെ ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ ഹാമിൽട്ടോണിയനും നമ്പർ ഓപ്പറേറ്ററും കോൺസ്റ്റന്റ് ആണ്. പിന്നെ പൊസിഷനും പൊസിഷനും മൊമെന്റും അതുപോലെ തന്നെ എന്താണ് ടൈമിനനുസരിച്ച് അതിൻ്റെ വാല്യൂസ് ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. പിന്നെ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എക്സ് ആൻഡ് പി, പിൻ്റെയും എക്സിൻ്റെയും എക്സ്പെക്ടേഷൻ വാല്യൂ അറ്റ് ടൈം ടി എടുക്കുകയാണെങ്കിൽ അതെന്താ കിട്ടുക? 0 ആണ് കിട്ടുക. അതെന്താ റീസൺ എന്ന് ഇപ്പോൾ നമ്മൾ പറഞ്ഞു. ഓക്കെ.